ഹലോ ഗൈസ്, വെൽക്കം ടു അമൃത ഡയറീസ്. ഇത് തിരുവനന്തപുരം വ്ളോഗിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും ഫസ്റ്റ് വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ? പറ എങ്ങനെയുണ്ടായിരുന്നു കുട്ടോ? കുട്ടു സൂപ്പർ ആയിരുന്നു ഇന്നലെ ഇവിടെ എല്ലാം കറങ്ങി. പിന്നെ കന്യാകുമാരി ഒക്കെ കറങ്ങി. ഇന്നലെ ഏറ്റവും ഒന്നും ഉറങ്ങിയത് ഇപ്പൊ എണിച്ചു എല്ലാവരും റെഡി ആയി പോകും. ഇന്നലെ ഞാൻ അടിച്ചതാട്ടാ മൈലാഞ്ചി ആന്റിയൊക്കെ തുന്നി. ഞങ്ങൾ മൂന്ന് ആദ്യം ഇവിടെ മൊത്തം പൊള്ളി. ഇന്നലെ ടോർണമെന്റ് വെച്ചിട്ട് അയച്ചു തൊടാൻ പറ്റുണ്ടായിരുന്നേ. നല്ല നല്ല രീതിക്ക് പൊള്ളിയായി. അപ്പൊ ഇനി ഫോണ് കഴിക്കുന്നതിനുള്ളതെല്ലാം കണ്ട് നമുക്ക് വേണ്ടെത്തിയാം. ആന്റിയെ എങ്ങനെയുണ്ടായിരുന്നു? കൈമന്നിട്ട് പറ്റിയ കാട്ടി കൊടുത്ത് മൈലാഞ്ചിട്ട് നല്ല സൂപ്പറായിട്ട് പൊള്ളി. അപ്പൊ ദേ നമ്മള് ചെക്കോട്ടയാണ്. പോണ വഴി ഗണപതിനെ ഒന്ന് തൊഴണം. ഗണപതിനെ തൊഴാൻ പറ്റിയില്ല ഇന്നലെ. അപ്പൊ ഗണപതിനെ തൊഴുതിട്ട് നമ്മൾ നേരെ ആഴിമലയ്ക്ക് പോവാണ്. ഇന്നലെ അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല. അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കുറെ സമയം വെയിറ്റ് ചെയ്യേണ്ട വന്നോണ്ട് വയ്യാണ്ടായിരുന്നു. അതുകൊണ്ട് ഇതാ ഇന്നാണ് കയറണേ. ജീൻസും ടോപ്പിട്ട് ഉള്ളിൽ കയറ്റില്ല കേട്ടോ. നമുക്ക് പുറമേ നിന്ന് തൊഴാൻ മാത്രമേ പറ്റുള്ളൂ. പനവനങ്ങാടി ഗണപതി ടെമ്പിൾ ആണ്. ഫേമസ് അമ്പലമാണ്. ഗണപതിനെ തൊഴുതട്ട ശരിക്കും പത്മനാഭനെ തൊഴണ്ടേ. ഞങ്ങക്ക് പറ്റിയൊരു അവത്താണ്. ഞങ്ങക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് പത്മനാഭന്റെ അടുത്തേക്കാണ് പോയത്. ഞാൻ റിട്ടേൺ ആയതുകൊണ്ട് ജീൻസ് എടുത്ത് വെച്ചേ. അപ്പോ ആന്റി ഉള്ളിൽ കയറി തൊഴുതു കേട്ടോ. ആര്യഭവനിൽ കയറി. രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നെയ് റോസ്റ്റാ ഞാൻ ഓർഡർ ചെയ്തത്. ഇവര് ഇഡ്ഡലിയും മസാല ദോശയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ നെയ് റോസ്റ്റ് മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ തിരുവനന്തപുരത്ത് വരുന്നുണ്ടെങ്കിൽ, ആര്യഭവൻ വേറെ എവിടെ ഉള്ളതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ആര്യഭവനിൽ നിന്ന് നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം. ഇവിടെ നെയ് റോസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ട് അതിങ്ങനെ പൊട്ടിപ്പോരായിരുന്നു. അത്ര ഇങ്ങനെ നല്ല റോസ്റ്റ് ചെയ്ത് വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ പുറത്തുനിന്ന് നെയ് റോസ്റ്റ് ആട്ടോ കഴിക്കാറ്. മസാല ദോശ അങ്ങനെ പറയാറേ ഇല്ല. അതുകൊണ്ട് ഞാൻ കാഴ്ചയിലെ ബെസ്റ്റ് ദോശയായിരുന്നു ഇത്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ട്രൈ ചെയ്തോളൂ എന്ന് പറഞ്ഞ. പിന്നെ കേസരി ഉണ്ടായിരുന്നു അതിന്റെ കൂടെ തന്നത്. അതും നല്ലതായിരുന്നേ. കുട്ടോ കുട്ടോ ഫുഡ് എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞ് നേരെ ഇനി ആഴിമലയ്ക്ക് പോവാണ് കേട്ടോ. ആന്റി നല്ല ഉറക്കാണ്. ആന്റിക്ക് വയ്യ. ഇന്നലെ നൈറ്റ് ഒരു ബിരിയാണി കഴിച്ചായിരുന്നു. അതിൽ നിന്ന് ആന്റിക്ക് ഫുഡ് പോയ്സൺ അടിച്ചേ. അപ്പൊ ഇന്ന് രാവിലെ മാമൻ ഗുളികയൊക്കെ മേടിച്ചു കൊടുത്ത ആളൊന്ന് ഓക്കെ ആക്റ്റീവ് ആയതായിരുന്നു. ഇപ്പൊ വീണ്ടും ട്രാവൽ അല്ലേ, വീണ്ടും ഛർദി വന്നു. അപ്പൊ കരിക്കൊക്കെ മേടിച്ചു കൊടുത്തപ്പോ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിതാ ഇവിടെ ആഴിമല എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. ആ ശിവന്റെ വലിയ സ്റ്റാച്ചു അല്ലേ, നല്ല ഉയരത്തിൽ കാണാനായിട്ട് പറ്റണില്ലേ നിങ്ങക്ക്? ആ ബാക്കിൽ നിന്നുള്ള കടലിന്റെ വ്യൂവും അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ആ ശിവന്റെ സ്റ്റാച്ചുവിന്റെ അടിയിൽക്കൂടെ അവരൊരു കേവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസാ കാണാനായിട്ട്. പക്ഷെ അതിനകത്തേക്ക് ക്യാമറ അലൗഡ് അല്ല കേട്ടോ. നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു ബാഗ് തരും. അതിനകത്ത് നമ്മ ഫോണെല്ലാം ഇട്ടിട്ട് കേവിന്റെ ഉള്ളിൽ കയറാൻ പാടുള്ളൂ. അതിന്റെ ഉള്ളിൽ നമുക്ക് തന്നെ പിടിക്കാം. പക്ഷെ ക്യാമറ ഒക്കെ ഉണ്ട്. നമ്മളങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പോ അത് കഴിഞ്ഞ് പുറത്തോട്ട് വരുമ്പോ നമുക്ക് അതിൽ നിന്ന് ഫോൺ എടുത്ത് ശിവന്റെ അവിടെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കാം. അതിനകത്തേക്ക് കയറാനുള്ള ക്യൂ ആട്ടോ ഈ കാണണേ. ബാക്കിലുള്ള കടലിന്റെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. താഴേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. അവിടെ കുറെ ഇങ്ങനെ പൈനാപ്പിളും അതുപോലെ തന്നെ മാംഗോയും ഒക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നേ. ഞങ്ങൾ ഇവിടെ നിന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ കുറച്ചു നേരം സംസാരിച്ചു. കുറെ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അടിപൊളിയായിരുന്നു. നല്ല വ്യൂ ആ കാണാനായിട്ട്. നിങ്ങൾ വരണം കേട്ടോ ഒരു വട്ടെങ്കിലും. ആളിതാ ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഡോക്ടറെ കാണാ അങ്ങനെ നമ്മളിതാ അവിടുന്ന് നേരെ സൂലോട്ടാട്ട പോയത്. അവിടെ പാർക്കിങ്ങിന് ടിക്കറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഉള്ളിലും ടിക്കറ്റ് എടുക്കണം. പിന്നെ നമ്മുടെ കയ്യിൽ
കുപ്പിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ അവരൊരു സ്റ്റിക്കർ ഒട്ടിച്ചു തരും. അത് ഒട്ടിച്ചിട്ട് അവരൊരു പേയ്മെന്റ് പറയും. ആ പേയ്മെന്റ് നമ്മൾ പേ ചെയ്യണം. തിരിച്ച് പുറത്തോട്ട് വരുമ്പോൾ നമ്മൾ ആ സ്റ്റിക്കറുള്ള ബോട്ടിൽ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് റീഫണ്ട് തരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ സൂലോട്ട് കേറാണ്. സൂല് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തില് ബാക്കി എല്ലാവിടെ പോയതിനേലും കൂടുതൽ തിരക്ക് സൂലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇതേ കണ്ടോ, നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഇവിടെ തന്നെയാണ് നമ്മൾ ബോട്ടിൽസ് ഒക്കെ കൊടുക്കേണ്ടതും ഇവിടെ തന്നെയാ. അതിനുശേഷം ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തത് ആ ഉള്ളിലേക്ക് കയറി. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കണ്ടത് കുരങ്ങന്മാരും അതുപോലെ മാനെയാട്ടോ. കുറെ പുള്ളിമാനും അതുപോലെ തന്നെ നമ്മുടെ കലമാനില്ലേ, അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ദേ ആ കാണുന്നത് കാട്ടുപോത്താട്ടോ. നമുക്ക് കണ്ടത് സിംഹം അലറലോടലറി. സിംഹത്തിനെ കണ്ട എക്സൈറ്റ്മെന്റിൽ നോക്കിയപ്പോ സിംഹം കിടന്ന് നല്ല ഉറക്കായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചൊന്ന് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് എണീറ്റ് തിരിഞ്ഞെങ്കിലും നോക്കിയേ. മിക്ക മൃഗങ്ങളും കിടന്ന് നല്ല ഉറക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മൃഗത്തിനെ നേരെ കാണാൻ പറ്റിയില്ല. ഒക്കെ ഓരോ പൊത്തുകളിലും അങ്ങനെ ഓരോ സ്ഥലങ്ങളുടെ ഉള്ളിൽ കയറി കിടന്ന് നല്ല ഉറക്കായിരുന്നു. അതുകൊണ്ട് പുലിയും അങ്ങനെയുള്ള മൃഗങ്ങളെ ഒന്നും അധികം കാണാൻ പറ്റിയില്ല. എണീറ്റ് നടക്കണത് ആകെ സിംഹത്തിനെ മാത്രമേ കണ്ടുള്ളൂ. ബാക്കി എല്ലാ മൃഗങ്ങളും കിടന്ന് ഉറങ്ങി. അവിടുന്ന് ഞങ്ങൾ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് നേരെ പോകുന്നത് വർക്കല ബീച്ചിലേക്ക് കേട്ടോ. സൺസെറ്റ് കാണാൻ വന്നതാ. പക്ഷെ രാത്രി എത്തിയപ്പോൾ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്നത് വർക്കല ബീച്ചല്ല. ഞങ്ങൾ ബീച്ചിന്റെ അവിടേക്കുള്ള വഴി നല്ല തിരക്കായിരുന്നു. അപ്പൊ ഇപ്പുറത്ത് കൂടെ വന്നിട്ട് ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. ഇവിടേക്ക് നടന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നേ. ഇവിടെ നല്ല ഭംഗിയാ, നല്ല വ്യൂ ആണ് കാണാനായിട്ട്. കുറേ ലൈറ്റ്സും ലൈറ്റ് അറേഞ്ച്മെന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാം. ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. അതിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് റിസോർട്ടുകളും കുറേ കടകളും ഒക്കെ ഉള്ളതുകൊണ്ട് രാത്രി എല്ലാത്തിനും ലൈറ്റാണ്. അതുകൊണ്ട് താഴെ ബീച്ചിന്റെ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നല്ല ഫുൾ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട്. പിന്നെ കുറേ പാട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ കുറേ കടകളുണ്ട്. നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ആർട്സ്, അതുപോലെ തന്നെ കുറേ സ്റ്റാച്യൂസിന്റെ ഒക്കെ ഷോപ്പുകൾ, ഡ്രസ്സിന്റെ, അങ്ങനെ ഒത്തിരി ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്റെ വീഡിയോ എടുക്കുവാണ്, ഫേമസ് ചെയ്യല്ലേ. ഈ പുള്ളിയുടെ അടുത്ത് ഞങ്ങൾ ലേസർ ലൈറ്റ് മേടിക്കാൻ വന്നതാട്ടോ. അത് 3 ടൈപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും. ലേസറായിട്ടും ടോർച്ചായിട്ടും അതുപോലെ തന്നെ മറ്റേ സ്കാറ്റേർഡ് ആയിട്ട് ലൈറ്റ് കണ്ട താഴെ അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആളുടെ ഏജ് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് തരാന്നാട്ടോ പറഞ്ഞേ. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? കമന്റ് ബിലോ. താഴേന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ വ്യൂ ആട്ടോ ഈ കാണുന്നത്. നമ്മൾ മുകളിൽ കൂടെ നടന്നു വന്ന ആ വ്യൂ ആണ് ഇവിടെ താഴെ നിന്നിട്ട് മുകളിലേക്ക് കാണുന്നത്. കണ്ടില്ലേ, ഫുൾ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യണം ശരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു നൈറ്റ് ബീച്ചിൽ പോണേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി എനിക്കുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. കാണാൻ തന്നെ ഭയങ്കര രസമാണ്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു നൈറ്റിൽ ബീച്ച് ഒന്ന് കാണണം എന്നുള്ളത്. അതും നല്ല അടിപൊളി ബീച്ച് തന്നെ കാണാൻ പറ്റി. എനിക്ക് അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പോയിട്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സൺസെറ്റ് മിസ് ചെയ്തു. സൺസെറ്റിന്റെ ടൈമിൽ ഞങ്ങൾക്ക് എത്താൻ പറ്റില്ല. സൂന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായി. അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡ് കഴിക്കാൻ കുറച്ച് ടൈം പോയി. പിന്നെ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് റോട്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടിപൊളിയായിരുന്നു. അങ്ങനെ 2 days ഞങ്ങൾ അടിച്ചു പൊളിച്ചു. നല്ല ട്രിപ്പായിരുന്നു. കുറെ മെമ്മറീസ് കിട്ടി. തിരിച്ചു പോന്നപ്പോൾ വണ്ടി കയറിയത് എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് വൈൻഡിങ് അപ്പ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞാൻ വീടെത്തിയപ്പോഴാണ് അറിയണേ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.